ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലവ്ലി വേൾഡ് വിത്ത് അമ്മി. അപ്പോൾ പുതിയൊരു ചാനലിലേക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ കുറവ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നത്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. എന്നാൽ തന്നെ നമുക്ക് ചാനൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് ചെറിയൊരു മുരിങ്ങയിലെ മുട്ടയുടെ ഒരു തോരൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ ഇല ഊരി എടുക്കണം. ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നല്ല പഞ്ഞുള്ള ഗ്ലാസ്സാണ്. ഇത് ഊരിയെടുക്കാം. ഊരിയെടുക്കാൻ വെക്കാം. ഇനി കമ്പും പൊതുവെ കഴിഞ്ഞിട്ട് കർക്കിടക മാസത്തിൽ മുരിങ്ങയില കൂട്ടാൻ പാടില്ല എന്നൊക്കെ പറയാം. കർക്കിടക മാസത്തിൽ ഫസ്റ്റ് ഡേ മുരിങ്ങയില കഴിക്കണം, അതല്ലെങ്കിൽ മുരിങ്ങയില പാടില്ല, അങ്ങനെയാണ് പറയുക. നമ്മൾ ഫസ്റ്റ് ഡേ വെച്ചു, അതുകൊണ്ട് നമുക്ക് മുരിങ്ങയില കൂട്ടാം. ഇന്ന് കർക്കിടകം 10ആണ്, 10 വയ്ക്കുന്ന ദിവസമാണ് പറയാൻ. 10 വെക്കുന്നില്ല. 10 കഴിഞ്ഞ് കുറേ ഇലകളുണ്ട്. പയറിൻ്റെ ഇല, മത്തൻ്റെ ഇല, ഈ മുരിങ്ങയില യൂസ് ചെയ്യില്ല, അതല്ലാതെ വേറെ കുറേ ഇലകൾ യൂസ് ചെയ്തിട്ട് അത് ഇട്ട് കൂടി എടുത്തിട്ടുണ്ട്. മുരിങ്ങയിലൊക്കെ റെഡിയായി. ഇന്ന് നമുക്കിത് അടുപ്പത്തേക്ക് അതിനുള്ളിൽ ചെറുള്ളി വറ്റൽമുളകും താളിച്ചിട്ടാണ് മുട്ടിട്ടുണ്ടാക്കാം. ചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നല്ല ചൂടായിട്ട് കടുകൊന്നും വറക്കേണ്ട ആവശ്യമില്ല. അതിലേക്ക് ഉള്ളിയും വറ്റൽമുളകും അതുപോലെ അരിഞ്ഞ് വെച്ചാണ് അതുകൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് ചുവപ്പ് നിറം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. അത് വാഴിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് മുരിങ്ങയില ഇട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മുരിങ്ങയില ഒന്ന് വാടുന്നതിന് വരെ ഇളക്കി കൊടുക്കാം കേട്ടോ. മുരിങ്ങ നന്നായിട്ടൊന്ന് വാടട്ടെ. നന്നായിട്ട് വാടുന്ന വരെ. ഇത് വാടി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ എത്ര ഉണ്ടാക്കിയാൽ ഇത് വാടി കഴിഞ്ഞാൽ ഇത് ഒന്നും ഉണ്ടാവില്ല. ആ ഒരു പിട്ടിയും ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. ഒരു 3 മുട്ടകളും പൊട്ടിച്ച് ഒഴിക്കാവേ. നമ്മൾ സാധാരണക്കാർ ഈ മുട്ടയ്ക്കകത്തുനിന്ന് ഇരിക്കുന്ന സാധനങ്ങളൊക്കെ താഴെ ഇടും. സാധാരണക്കാർക്കൊന്നും അങ്ങനെ ചെയ്യാറ്. ഞാനെന്താ വെച്ചാൽ ഈ മുട്ട പൊട്ടിക്കും. പൊട്ടിച്ച ശേഷം ഇതിനകത്ത് ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ ഉണ്ടാവും. നമുക്ക് ഇങ്ങനെ ചുരണ്ടി തന്നെ കണ്ടോ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ചുരണ്ടി ഇതിനകത്തേക്ക് തന്നെ ഇടും. ഇനി ഇതിന് പാകത്തിനുണ്ടാവും കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഗ്യാസ് നല്ലോണം കൂട്ടി വയ്ക്കണം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാവേ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു മുട്ടത്തോരനായിട്ട് കേട്ടോ. മുരിങ്ങയിലയും മുട്ട വെച്ച് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനലൊന്ന് ഫോളോ കൂടെ ചെയ്യണം. താങ്ക്